നമ്മളിപ്പോൾ ഉള്ളത് പായം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിലാണ്. വലിയൊരു പ്രൊജക്റ്റാണ്. ഇതും ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ ഭരണസമിതിയൊക്കെ കാണുന്നത്. എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പണി തുടങ്ങുകയും എത്രയും പെട്ടെന്നും ഏത് സമയത്താണ് അത് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും ആ പ്രസിഡന്റിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടും പെട്ടെന്ന് വരാം. പായം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ ഒന്ന് തന്നെയാണ് പായം പഞ്ചായത്ത് മാധവൻ മാസ്റ്റർ സ്മാരക സ്റ്റേഡിയം. ഇറിഗേഷൻ്റെ ഭൂമിയാണ്. FR ലെവലിന് മുകളിലുള്ള ഈ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒട്ടേറെ കടമ്പകൾ കടന്നാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ ഭൂമി ഉപയോഗ അനുമതിയായി പഞ്ചായത്തിന് വിട്ടുതന്നത്. അവിടെയാണ് 1 കോടി രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള നിലയിലേക്ക് സ്റ്റേഡിയം നിരപ്പാക്കി ഇവിടെ ഫുട്ബോൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, വോളിബോൾ ഉൾപ്പെടെയുള്ള കളിക്കളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യമുള്ള ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഫെൻസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെൻസിങ്ങിൻ്റെ ഏകദേശം 80% പണി പൂർത്തിയായി. കുറച്ച് സാങ്കേതികമായിട്ടുള്ള ചില വിഷയമുള്ളതുകൊണ്ടാണ് തൽക്കാലം പണി നിർത്തിവെച്ചത്. ഈ ആഴ്ച തന്നെ പണി പുനരാരംഭിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. ഈ തുടക്കത്തിൽ ഫെൻസിങ്ങും അതുപോലെ തന്നെ ഒരു പവലിയനുമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഭാവിയിൽ സ്റ്റേജ് ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. എല്ലാ കളികൾക്കും ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ എല്ലാം നല്ല സപ്പോർട്ടാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ പ്രവൃത്തി ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുള്ളത്. ഇത് ഓണത്തോടുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഓണത്തോടുകൂടി, മഴയ്ക്ക് ശേഷം ഈ മണ്ണ് ഒന്ന് ഉറച്ച് നിൽക്കും. അതിനുശേഷം ഓണത്തോടുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പായം പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ ഒന്നായിട്ടുള്ള ഈ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് പണിയൊക്കെ പൂർത്തീകരിച്ച് ഓണം ആകുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ പൂർത്തീകരിച്ച് ഇവിടുത്തെ ഈ നാട്ടിലെ യുവാക്കൾക്ക് തുറന്ന് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന നിലയിലാണ് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫുട്ബോൾ എന്ന കായിക ഇനം മാത്രമല്ല, വേറെയും കായിക ഇനങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന നിലയിലും പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പായം ഗ്രാമപഞ്ചായത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. സ്വപ്ന പദ്ധതികൾ 2-3 സ്വപ്ന പദ്ധതികൾ ഉണ്ടെന്നും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതിയാണ് ഇതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്.